ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എല്ലാവരും പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ട്, എങ്കിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. ഗീ റൈസിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഉച്ചക്ക് ഈ കറി ഉണ്ടാക്കിയാൽ രാത്രി ചപ്പാത്തിയുടെ കൂടെയും നമുക്കിത് കഴിക്കാം. നമ്മൾ കടലപ്പരിപ്പ് കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. കൂടെ നമ്മൾ കുറച്ച് തുവരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പും കൂടെ എടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 3 മുതൽ 4 വരെ പച്ചമുളക് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളി 2ആയി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മുതൽ 6 വരെ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 മുതൽ 5 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 5 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ കുക്കർ തുറക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തുവരപ്പരിപ്പ് ഇട്ടത് കൊണ്ട് തന്നെ കറിക്കൊരു തിക്നെസ് കിട്ടും. പിന്നെ കടലപ്പരിപ്പ് നമുക്ക് കുറച്ച് കടിക്കാനായിട്ട് കിട്ടും. അധികം അടിഞ്ഞു പോവില്ല. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, കറിയുടെ ടേസ്റ്റ്. ഇനി നമ്മളൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഗീ ചേർക്കുന്നുണ്ടെങ്കിൽ ഗീയും ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 3 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലെയിം തട്ടിക്കാതെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. പറഞ്ഞതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഇത് കഴിക്കാം, ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.